ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് കാലഭൈരവാഷ്ടകത്തിന്റെ 8ാമത്തെയും അവസാനത്തെയും സ്റ്റാൻസ പഠിക്കാം. അതിന്റെ അർത്ഥവും മനസ്സിലാക്കാം. ഭൂതസംഘനായകം വിശാലകീർത്തിദായകം കാശിവാസലോക പുണ്യ പാപശോധകം വിപും നീതിമാർഗകോവിതാം പുരാതനം ജഗത്പതിം കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ. ഇപ്പോൾ ഞാൻ ഉരുവിട്ടത് കാലഭൈരവാഷ്ടകത്തിന്റെ അവസാനത്തെ സ്റ്റാൻസയാണ്. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാകുന്നു: കാശി വാഴും കാലഭൈരവ സ്വാമിയുടെ മുന്നിൽ എന്റെ പ്രണാമം ഞാൻ അർപ്പിക്കുന്നു. ഭൂതഗണങ്ങളുടെ, അതായത് ഭൂതസംഘത്തിന്റെ നാഥനാണ് അദ്ദേഹം, അതായത് നായകൻ തന്നെയാണ് കാശി കാലഭൈരവ സ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹം കാശി നിവാസികൾക്ക് എല്ലാ തരത്തിലുള്ള സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭക്തരുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ദുഷ്ചിന്തകളെയും അകറ്റുന്നു. അതിലൂടെ ഭക്തന് ഒരു നല്ല പാത, അതായത് ശരിയായതിന് ധാർമ്മികമായ രീതിയിലുള്ള ഒരു പാത കാണിച്ചു കൊടുക്കുന്നു. അത് മാത്രമല്ല, അതിലൂടെ ഒരു ഭക്തൻ സഞ്ചരിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നതാണ് പറയുന്നത്. മാത്രമല്ല, കാശി കാലഭൈരവ സ്വാമിയുടെ മുന്നിൽ എന്റെ ഭക്തിയും എന്റെ എല്ലാ സമർപ്പണവും ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ അർപ്പിക്കുന്നു എന്നതാണ് ഈ ഒരു 4 വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും പറഞ്ഞ് നമ്മൾ കാലഭൈരവാഷ്ടകം ഇവിടെ 8 സ്റ്റാൻസ്, അതായത് അഷ്ടകം നമ്മൾ പറഞ്ഞ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു സീരീസ് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും അർത്ഥം മനസ്സിലായി എന്ന് കരുതുന്നു. കാശിയിലെ നാഥനാണ് കാലഭൈരവ സ്വാമി. എല്ലാവരുടെ മനസ്സിലെയും ദുഷ്ചിന്തകളെ അകറ്റാൻ അദ്ദേഹം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.